തളിപ്പറമ്പിൽ ടി.കെ. ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പ് ശക്തം. തളിപ്പറമ്പിൽ അനുകൂല സാഹചര്യം മുതലാക്കാൻ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന നിലപാടിലാണ് അണികളും നേതാക്കളും. CPM-ൽ നിന്ന് പുറത്തു വന്നയാൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തലവേദന സൃഷ്ടിച്ചുകൊണ്ട് പുറത്തുപോയ ടി.കെ. ഗോവിന്ദൻ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. UDF-ന്റെ ഉൾപ്പെടെ പിന്തുണയാണ് ടി.കെ. ഗോവിന്ദൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ടി.കെ. ഗോവിന്ദനെ ചൊല്ലി തളിപ്പറമ്പ് കോൺഗ്രസിലും അതുപോലെ തന്നെ UDF-ലും വലിയ തരത്തിലുള്ള എതിരഭിപ്രായം ഉയരുകയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. വിജിൽ, ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ടി.കെ. ഗോവിന്ദന്റെ CPM വിടലും സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വലിയ തരത്തിലുള്ളൊരു ആത്മവിശ്വാസം UDF-ന്റെ ഭാഗത്ത് ഉണ്ടാക്കിയിരുന്നു. ഒരു സ്ഥാനാർത്ഥിനെ നമുക്ക് നിർത്തിക്കഴിഞ്ഞാൽ ഇത്തവണ എന്തായാലും ജയിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതായിരുന്നു. അതിനിടയിലാണ് UDF-ന്റെ പിന്തുണ സ്വീകരിക്കും, UDF സ്ഥാനാർത്ഥിയാകുമെന്നുള്ള തരത്തിൽ ടി.കെ. ഗോവിന്ദൻ തന്നെ പ്രസ്താവന നടത്തി രംഗത്ത് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് ടി.കെ. ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വത്തിനെ അംഗീകരിക്കുന്നുണ്ട്? ഇതിനിപ്പോൾ ഔദ്യോഗികമായി UDF പിന്തുണ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ പിന്തുണ പ്രഖ്യാപിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ആലോചന ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ടാണ് പാർട്ടിയെ തിരുത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് തയ്യാറായത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തണമെന്ന് മുൻകൂട്ടി പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെടുകയാണ് യൂത്ത് കോൺഗ്രസ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ മുഖചിത്രങ്ങളിലും പാർട്ടി നേതൃത്വത്തിൻ്റെ പ്ലാറ്റ്ഫോമിലും ഒക്കെ കൃത്യമായി പറഞ്ഞത്. ആ തരത്തിൽ പാർട്ടി വിട്ടുവരുന്ന CPM-നെ നന്നാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് വരുന്ന ഒരു നേതാക്കന്മാരെയും പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇതിനകത്ത് ഇന്നലെ ടി.കെ. നമ്മുടെ അടുത്തടക്കം പറഞ്ഞത് KC-യും അതുപോലെ തന്നെ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവരടുത്ത് സംസാരിച്ചിരുന്നു. അവർ പിന്തുണ ഉറപ്പ് നൽകിയിട്ടുണ്ട്, വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വാഗ്ദാനം നൽകിയിട്ടുണ്ടോ ഉറപ്പ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളത് അറിവ് കിട്ടിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാടാണ്. അതിനപ്പുറത്ത് ഈ പാർട്ടിയുടെ താഴേക്കടയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ വികാരമാണ്. പാർട്ടി പ്രവർത്തകർക്ക് അപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്കും ഇതേ നിലപാടാണ്. ഞങ്ങൾ ഇന്നലെ ഈ നിലപാട് യൂത്ത് കോൺഗ്രസ് പറഞ്ഞപ്പോൾ വലിയ പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഇത്തരം ആളുകളെ പിന്തുണയ്ക്കരുത് എന്ന് തന്നെയാണ് പബ്ലിക്കും പാർട്ടിയുടെ ഗ്രൗണ്ടിലുള്ള പ്രവർത്തകരും പറയുന്നത്. എന്താണ് ടി.കെ.ന്റെ ഒരു അയോഗ്യത എന്താണ്? അദ്ദേഹം നാളിതുവരെ ഭരണത്തിൻ്റെ എല്ലാ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് CPM-ന് വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ഇപ്പോഴും CPM വിട്ടുവരാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിനെ പാർട്ടി പുറത്താക്കിയതാണ്. അപ്പോൾ CPM വിട്ട് വേറൊരു പാർട്ടിയിൽ ചേരുകയോ അല്ലെങ്കിൽ UDF-ലോ കോൺഗ്രസ്സിലോ ചേരുകയോ അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി CPM-നെതിരെ സമരരംഗത്ത് തെരുവിൽ യുദ്ധം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ. ജയിലിൽ കഴിയുന്ന, അടികൊണ്ട, സമരം ചെയ്ത, കേസുകൾ സമ്പാദിച്ച പ്രവർത്തകരാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. അത്തരം ആളുകൾ ഇങ്ങനെയുള്ള ഒരാൾ